ഹായ് everyone, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് മധുരൈ സ്പെഷ്യൽ ബൺ പൊറോട്ട റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബണ്ണ് പോലെ ഇരിക്കുന്ന ഒരു പൊറോട്ടയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. നമ്മൾ തസ്നീസ് കിച്ചണിൽ 6ഓളം ടൈപ്പിൽ പൊറോട്ട തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുറേ പേര് ട്രൈ ചെയ്ത് നോക്കി ഇപ്പോഴും നല്ല ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കുന്ന പൊറോട്ട റെസിപ്പീസാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൺ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. 2 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാലും അതുപോലെ തന്നെ മുട്ടയും ആ ഒരു പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ പൊറോട്ടക്ക് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൈം സോഫ്റ്റ് ആവാനായിട്ട് മാറ്റി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നമ്മളത് നല്ലതായിട്ട് തിക്കാക്കി എടുക്കുക. അതായത് മാവ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഏറി പോകുന്ന തരത്തിലാക്കിയിട്ട് അത് നമ്മൾ വീണ്ടും കൂടുതൽ കുഴക്കുമ്പോൾ അതങ്ങോട്ട് ടൈറ്റായി വരും. ആ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ടൈമിൽ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആവാനുള്ള വേറൊരു ട്രിക്കാണ്, നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് ഇങ്ങനെ അമർത്തി നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുക ഈ ഒരു മാവിനെ. പിന്നെ അതിനുശേഷം കുറച്ച് ദൂരെ പിടിച്ചിട്ടിങ്ങനെ ഒന്ന് നമ്മൾ എറിയുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു പാത്രത്തിലേക്ക്. അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേനും മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരും. ഒരു 20 അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരും. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലൂടെ. ഇനി നന്നായിട്ട് ഇതേപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പിന്നെ അതിന് ശേഷം നമുക്ക് ബോൾ നല്ലതായിട്ടൊന്ന് ഇതുപോലെ കയ്യിൽ ഉരുട്ടിയെടുക്കുക. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പ്രകാരത്തിലാണ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓയിലൊക്കെ സ്പ്രെഡാക്കിയിട്ട് ഇതൊരു അരമണിക്കൂർ മൂടി വെക്കാം. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മാവ്. അപ്പം ഈ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഹാർഡായി പോവും, അല്ലെങ്കിൽ ചുട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പൊറോട്ട അങ്ങോട്ട് കട്ടിയായി പോവും. അപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ വെച്ചിരുന്നാലും അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയിരുന്നാലും ആ പൊറോട്ട സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പാകത്തെ ബോൾസാക്കി എടുക്കാം. ഓരോന്നും ഇതുപോലെ ബോൾ എടുത്തിട്ട് ഇതുപോലെ നമ്മളുടെ ഈ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് നന്നായിട്ട് വൃത്തിക്ക് ഒരു ബോളാക്കി എടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഏത് പൊറോട്ടയാണെങ്കിലും ബോൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് വെച്ചിട്ട് മുഴുവൻ ബോളും റെഡിയാക്കി എടുക്കാം. ഈ ബൺ പൊറോട്ട നമ്മൾ അടിച്ച് വീശാതെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. എന്നാൽ കൂടി നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു വലുപ്പത്തിൽ, അതായത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം വലുപ്പത്തിലാണ് നമ്മൾ ബോൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിന് മുകളിൽ ഓയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 8ഓളം ബോൾ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളും എടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ബോൾ ഏതാണോ അതെടുത്തിട്ട് പരത്താൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം നമ്മൾ 8ാമത്തെ ബോൾ റെഡിയാക്കുമ്പോഴത്തേനും ആദ്യത്തെ ബോൾ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് പരത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓയിൽ തടവിയിട്ടാണ് നമ്മളിത് പരത്തി കൊടുക്കുന്നത്. നമ്മൾ അടിച്ചൊന്നും വീശുന്നില്ല, നന്നായിട്ട് തന്നെ ഇതുപോലെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് പരത്താൻ കഴിയും കേട്ടോ. ഇനി അതിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 2 തരത്തിൽ ഇത് ഫോൾഡ് ചെയ്യുക ഈ ഒരു ബൺ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2 രീതിയിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ വീണ്ടും മടക്കുക. സാധാരണ നമ്മൾ പേപ്പറൊക്കെ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൺ പൊറോട്ട ശരിക്കും റെഡിയായി. ഇനി ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പരത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് വീണ്ടും പരത്തിയെടുത്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ മടക്കിയതുപോലെ തന്നെ മടക്കുന്നതൊക്കെ അതുപോലെ തന്നെ മടക്കുക. ഇനി നമുക്ക് ഒരു സൈഡ് ഇതിങ്ങനെ ചെരിച്ചിട്ട് അതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ അതിന് ശേഷം ഇങ്ങനെ കുത്തനെ വെച്ചതിന് ശേഷം റോൾ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് പീസ് ആ ഒരു ഭാഗം അടിയിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും അതുപോലെ
റെഡിയായി. അങ്ങനെ ഈ 2 രീതിയിലാണ് കേട്ടോ ഇത് മടക്കുക. സാധാരണ സ്ട്രീറ്റുകളിലൊക്കെ നമ്മൾ മടക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ്. ഈ രീതിയിലാണ് അവർ മടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കുത്തനെ ചെരിച്ച് വെക്കുക ചെയ്യുക. സെൻറ്റർ ഭാഗത്തേക്ക് ഈ ഏറ്റവും ലാസ്റ്റ് പീസ് എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കും. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് വെക്കും. ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ ബോളും നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ആദ്യത്തെ ബോൾ കണ്ടോ നല്ല സോഫ്റ്റായി വന്നു. ഇനി നമുക്ക് തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്താൻ മാത്രമേ ഉള്ളൂ. ഇനി നേരെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഇത് പരത്തി എടുക്കുള്ളൂ. നമ്മൾ വേറെ പലകയിലിട്ട് പരത്തുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ തള്ളവിരൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുമ്പോഴത്തേനും ഇതാ ഒരു കറക്റ്റ് ലെവലിൽ പരന്ന് കിട്ടും. ഇനി കുറച്ച് അധികം തന്നെ ഓയിൽ വേണം കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത്രയൊന്നും ഓയിൽ പോരാ. ഞാനിപ്പോൾ ഓയിൽ എനിക്ക് അധികം വേണ്ടെന്നുള്ളത് കൊണ്ടാണ്. കാരണം അത്യാവശ്യം ഓയിൽ പൊറോട്ടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും നല്ലതായിട്ട് ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ ഒഴിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് വേണം ഈ ഒരു ബൺ പൊറോട്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല കട്ടിയുള്ള പൊറോട്ട ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മളിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരുപാട് ടൈം എടുത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. കണ്ടോ നല്ല കട്ടിയുള്ള പൊറോട്ടയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ ലെയറൊക്കെ ഒന്ന് നമുക്ക് വിടുവിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ അടുക്കി വെച്ചിട്ട് ഓരോന്ന് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അത് 3 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിനെങ്ങനെ കുത്തനെ വെച്ചിട്ട് ഒരടി അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലെയറൊക്കെ വിട്ട് വരും. നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് 3-4 അടുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ലെയർ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കാരണം ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് അധികം തന്നെ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന മാതിരി കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ നല്ലതായിട്ട് ഓയിലൊക്കെ പിടിച്ച് നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയർ ആയിട്ടുള്ള നമ്മുടെ ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.